Hi friends, ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഓട്ടോ ഫിൽറ്റർ എന്ന ഒരു ഓപ്ഷനാണ്. ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നോക്കിയ എന്നൊരു ബ്രാൻഡാണ്. ഈ നോക്കിയ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നോക്കിയനെ മാത്രമായിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്ത് എടുക്കാം. നെക്സ്റ്റ് ഞാനിപ്പോൾ സാംസങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് സാംസങ്ങിന്റെ ബ്രാൻഡ് മാത്രമായിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. അടുത്തത് വീണ്ടും ഞാൻ ഇവിടെ ആമസോണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഞാൻ ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് കാണാം ആമസോൺ മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഇതേപോലെ വളരെ എളുപ്പത്തിൽ ഷോർട്ട് കട്ട് കീ ഏതിനെ വെച്ചിട്ട് വേണമെങ്കിലും ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത് വളരെ എളുപ്പത്തിൽ എടുക്കാം. അപ്പോൾ വെൽക്കം ടു എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് ഈ ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചുകൊണ്ട് ഈ അഡ്വാൻസ് ഫിൽട്ടർ ചെയ്യുന്നത് എന്ന് നോക്കാം. അഡ്വാൻസ് ഫിൽട്ടർ അല്ല, സാധാ ഫിൽട്ടർ ആണ്. ആ ഫിൽട്ടർ ഓപ്ഷൻ വെറും ഒരു ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് വേറൊരു ഇത് കാണിച്ചു തരാം. ഇപ്പൊ ഞാനൊന്ന് കണ്ടുപിടിക്കുന്നു. ഇവിടെ ഗ്രേറ്റർ ദാൻ 20 എന്ന് പ്രസ് ചെയ്തു. ഈ ഇരിക്കുന്ന സ്റ്റോക്ക് വീണ്ടും ഞാൻ ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് കാണാം സ്റ്റോക്ക് 20-ന് മുകളിലുള്ളത്. ഇവിടെ തൊട്ട് താഴെയായിട്ട് ഞാൻ വീണ്ടും എൻ്റർ ചെയ്യുന്നു ലെസ് ദാൻ 20. ഇപ്പൊ നമുക്ക് ലെസ് ദാൻ 20 എന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ലെസ് ദാൻ 20 ആയിട്ടുള്ള ഐറ്റത്തിന്റെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇതേപോലെ നമുക്ക് ഫിൽട്ടർ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ വലിയ സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അധികം ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതും ആവശ്യമില്ല. ഞാനിതൊന്ന് അൺഡു ചെയ്ത് വെക്കുന്നു. ഇവിടെ ഈ മോൾ ഭാഗത്തായിട്ട് സേവ് ബട്ടന്റെ തൊട്ടിപ്പുറയായിട്ട് അൺഡു, റീഡു, ഓട്ടോ ഫിൽറ്റർ, ഈ ഒരു ഓട്ടോ ഫിൽറ്റർ എന്നൊരു ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ LG ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഈ ഓട്ടോ ഫിൽറ്റർ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ നോക്കിയയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഓട്ടോ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ഓട്ടോ ഫിൽറ്റർ ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് കീബോർഡിൽ ഒരു ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സേവ് ബട്ടൺ കാണുന്നുണ്ടല്ലോ. ഈ സേവ് ബട്ടന്റെ അവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തേക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നത് പോപ്പുലർ കമാൻഡ്സ് എന്നാണ്. ഇവിടെ ഞാൻ കുറച്ച് സേവ്, അൺഡു, റീഡു, ഓട്ടോ ഫിൽട്ടർ, ഈ ഓട്ടോ ഫിൽട്ടറിനെ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. ഓട്ടോ ഫിൽട്ടർ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്തു. ഇപ്പൊ ഇവിടെ ഓട്ടോ ഫിൽട്ടർ എന്നൊരു ഓപ്ഷൻ ഇല്ല. അൺഡു, റീഡു, സേവ് ബട്ടൺ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെ ചെയ്യണമെന്നും കൂടെ കാണിച്ചു തരാം. ഇവിടെ ഈ പോപ്പുലർ കമാൻഡ് എന്നുള്ളിടത്ത് നമ്മളത് മാറ്റിയിട്ട് ഓൾ കമാൻഡ്സ് എന്നാക്കുക. ഓൾ കമാൻഡ്സ് എന്നാക്കിയതിന് ശേഷം ഇവിടെ ഒരുപാട് കമാൻഡുകൾ ഉണ്ട് കേട്ടോ നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട്. ഈ കമാൻഡുകൾ ഏത് വേണേലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതേപോലെ ബാക്ക് ബട്ടൺ, സാധാരണ നമ്മളൊരു കുറേ പേജുകളിൽ നിന്നും ബാക്ക് പോകാനായിട്ട് ഉപയോഗിക്കുന്ന വെച്ചാൽ നമ്മൾ അതിലൊരു ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നതാണ്. അതിന്റെ ആവശ്യമില്ല. ഇവിടെ ബാക്ക് എന്നൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. ബാക്ക് ബട്ടൺ ചെയ്തിട്ടായാലും നമുക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ നിലവിലുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് ഓട്ടോ ഫിൽട്ടർ ആണ്. അപ്പൊ ഈ ഓട്ടോ ഫിൽട്ടർ എവിടെ കിടക്കണേന്ന് നോക്കാം. എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ വന്നു. എയില് AU വരുമ്പോൾ ഓക്കെ. ഓട്ടോ കറക്റ്റ് ഓപ്ഷന്റെ താഴെയിട്ട് ഓട്ടോ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഞാനിപ്പോൾ ഈ ചൂസ് ചെയ്തിരിക്കുന്ന ഓട്ടോ ഫിൽട്ടർ ആണ്. ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം 1, 2, 3, 4. നാലാമതാണ് ഈ ഓപ്ഷൻ വന്നിരിക്കുന്നത്. നാലാമത് ഈ ഓപ്ഷൻ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ട ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Alt+4 ആണ്. കീബോർഡിലെ ഓൾട്ട് ബട്ടണും 4 എന്ന നമ്പറും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോർട്ട് കട്ട് ഈ ഓട്ടോ ഫിൽട്ടർ എന്നൊരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. കാണിച്ചു തരാം. ഇവിടെ റെഡ്മി ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ Alt+4 ക്ലിക്ക് ചെയ്യുന്നു. ഒന്നുകൂടെ കാണിക്കാം. ഇവിടെ സാംസങ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഓൾട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാം. ഓൾട്ട് ബട്ടൺ ഞെക്കി പിടിക്കുമ്പോൾ തന്നെ ഇവിടെ 1, 2, 3, 4. ഇവിടെ ഫയല്, ഹോം, ഇൻസെർട്ട്, പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡേറ്റ, ഇതെല്ലാം ഇതിന്റെ ഷോർട്ട് കട്ട് കീ ആണ്. അപ്പൊ ഇത് 1, 2, 3, 4 ഈ ഓൾട്ട് പ്രസ് ചെയ്തതിനു ശേഷം 4 പ്രസ് ചെയ്യുമ്പോൾ അത് നാലാമത്തെ
ഷോർട്ട് കട്ട് ഇതായതുകൊണ്ട് അത് ഓൾട്ട് 4 എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചുള്ള നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ എന്തിനെ കുറിച്ച് വേണം എന്നുള്ളത് നിങ്ങളുടെ കമന്റിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ എന്തിനെ കുറിച്ചുള്ള വീഡിയോകളാണ് വേണ്ടത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോകൾ തയ്യാറാക്കി നിങ്ങൾക്ക് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ഇത് ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, എക്സൽ മലയാളം എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ മാത്രമല്ല പല ആൾക്കാരും ആ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കും അതിൽ പോസ്റ്റ് ചെയ്യാം. അതിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാവർക്കും എക്സൽ പഠിക്കണം എന്ന ആഗ്രഹമുള്ള എല്ലാവർക്കും അതിൽ മലയാളത്തിൽ മൈക്രോസോഫ്റ്റ് എക്സൽ പഠിക്കാനുള്ള ഒരു സൗകര്യമാണ്. അപ്പോൾ അതിൽ വീഡിയോകൾ വരും. ഇതേപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ലിങ്ക് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സൽ മലയാളം എന്ന ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ അത് ജോയിൻ ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോകളും ഈ ചാനൽ കയറി കഴിഞ്ഞാൽ എക്സലിന്റെ ഒരുപാട് വീഡിയോകളുണ്ട്, അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.